ഹായ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. യെസ്, സോ നമ്മളിപ്പം ഇത് ദുബായ് തന്നെ ഒരു ഷോപ്പ് വരെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച 2 ഫ്രണ്ട്സ് ഉണ്ട്. സോ അവരെ മീറ്റ് ചെയ്ത് ഒരു ഡേ ഔട്ട് ഇൻ ദുബായ് വിത്ത് ദം. നമ്മളിപ്പോൾ ഒരു SMK ഹോളി സ്മോക്ക് എന്ന് പറഞ്ഞൊരു ബീഫ് ബിസ്ക്കറ്റും അവർക്ക് ബെസ്റ്റ് ബർഗർ ഇൻ UAE അവാർഡൊക്കെ കിട്ടിയതാണ്. സോ അവിടെയൊക്കെ ഒന്ന് പോയി ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വി ആർ ഓൺ ദ വേ. ഞാൻ പോകുന്ന വഴിയും കാണിക്കാം, അവരെയും കാണിക്കാം. നല്ല ട്രാഫിക്കായിരുന്നു. അവരവിടെ എത്തി, എന്നെ വിളിച്ചു. നല്ല ട്രാഫിക്, ഒരു 15-20 മിനിറ്റ് മൂവിങ് അല്ലായിരുന്നു. നല്ല ട്രാഫിക്, സ്റ്റക്ക് ഇങ്ങനെ കിടന്ന് വണ്ടി ഇങ്ങനെ ഒന്ന് കാലെടുക്കും നീങ്ങും അതുപോലെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചുവിട്ട് പോകാൻ പറ്റുന്നത്. യെസ്, സോ ഞാൻ കാണിച്ചു തരാം. ഇനിയും ട്രാഫിക് ഒന്നും വരില്ല എന്നാണ് ഗൂഗിൾ മാപ്പ് ആൻറ്റി പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഗൈസ്, ഇത് ദുബായ് ഫ്രെയിം, ഗോൾഡൻ കളറിൽ കാണുന്ന ദുബായ് ഫ്രെയിം. നമ്മൾ ഷെയ്ഖ് സായിദ് റോഡ് വഴിയായിരിക്കും പോകുന്നത്. നല്ല സൂപ്പർ കിട്ടിലം വിഷ്വൽസ് ആണ് ഷെയ്ഖ് സായിദ് റോഡ്. ആ ഒരു റോഡെന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ. ലെഫ്റ്റും റൈറ്റും നല്ല കിടിലം ബിൽഡിങ്സും മറ്റേ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറും കാര്യങ്ങളും ഒക്കെ. ഞാൻ അത് കാണിച്ചു തരും, എന്തായാലും ഞാൻ അത് കാണിച്ചു തരും. ഷെയ്ഖ് സായിദ് റോഡ് ഇതാണ്. ഷെയ്ഖ് സായിദ് റോഡ്. ഇത് ലെഫ്റ്റ് സൈഡിൽ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ സംഭവം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മുകളിൽ ബുർജ് ഖലീഫ. യെസ്, കണ്ടു കിട്ടി ഗൈസ്. എബി സ്റ്റാലിൻ, അദ്വൈത് ഇത്ര ഇങ്ങനെയൊക്കെ ചിരിക്കുന്നേ. ഇത് ആരുടെ സജഷനാണ്? നിന്റെ സജഷനല്ലേ? എബിയുടെ സജഷനെ. SMK ഹോളി സ്മോക്ക്. ഇവിടെ നമ്മള് ബ്രിസ്ക്കറ്റും റിബ്സും ബർഗറും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണ് എക്സ്പെക്ടേഷൻ? യെസ്, ഫുഡ് വന്നിട്ട് കാണിക്കാം. യെസ് ഗൈസ്, ഞങ്ങൾ കഴിക്കട്ടെ. ഇത് ബ്രിസ്ക്കറ്റ് സ്ലൈസ്, ഇത് റിബ്സ്, ഇത് പാസ്ട്രാമി ജാം ബർഗർ. യെസ്, ഗോയിങ് ടു കിൽ ഇറ്റ്. എങ്ങനെയുണ്ട് ബി? കൊള്ളാം. അതെ, സ്റ്റേക്ക് കഴിക്കാൻ വന്നിട്ട് പൊറോട്ടയും ബീഫ് ഫ്രൈ വന്നു. ഇതിന്റെ ഫാറ്റ് കൊള്ളാം. ഫാറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ വൈറ്റ് വാഷ് അവിടെ ബീഫ് ഫ്രൈഡ് അത്ര ഇല്ല. നല്ല സ്ഥലം കരാമേ അറിയാം. നല്ല ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈ. നമ്മളങ്ങനെ യൂസഫ് ബൈയെ കാണാൻ പോവാണ്. അദ്ദേഹത്തിന്റെ കാർ മണത്ത് നോക്കും. അതെ, യൂസഫ് ബൈ മണത്ത് നോക്കും. യൂസഫ് ബൈ എടാ ഓഫിടാ, കോപ്പിറൈറ്റ് അടിക്കും. യൂസഫ് ബൈ മണത്തു ബേബിയെ. അവൻ ഏത് പെർഫ്യൂം അടിച്ചാൽ അവൻ കുളിച്ചിട്ടുണ്ടോ? കുളിച്ചില്ല. യൂസഫ് ബൈ പറയും, മോനെ ആദ്യം നീ പോയി കുളിക്കാൻ പറയും. അതിന്റെ കാറുകളൊക്കെ ലെക്സസ് എൻഫോം, ഓൾ വീൽ ഡ്രൈവ്, അമേരിക്കൻ സ്പെക്. GCC അല്ല, അമേരിക്കൻ സ്പെക്. അമേരിക്ക വേറെ സ്ഥലങ്ങളില്ലേ? എവിടുന്ന് നീ കാർ ഇറക്കിയത്? ഡെസ്റ്റിനേഷൻ ഒക്കെയാണ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. 2 കിലോമീറ്റർ വരാൻ എത്ര നേരം എടുക്കും പറഞ്ഞേ? 30 മിനിറ്റ് 2 കിലോമീറ്റർ വരാൻ. എന്നിട്ട് പ്ലസ് ഒരു 15 മിനിറ്റ് പാർക്കിങ്ങിന് വേണ്ടി തപ്പി അലഞ്ഞ് ലാസ്റ്റിൽ ഏതൊരു പാർക്കിംഗ്, പെയ്ഡ് പാർക്കിംഗ് ആണ്. അതിനിവര് എക്സ്ട്രാ 2 തരമാണ് ചാർജ് ചെയ്യുന്നത് 1 മണിക്കൂറത്തേക്കടാ. ലാസ്റ്റ് അവിടെ കയറ്റിയിട്ട് ഇനിയും 150. എന്നിട്ട് ഇനി നമ്മള് യൂസഫ് ബൈ പെർഫ്യൂം കടയിലോട്ട് പോകുന്നു. 5 പേർ 1 മണിക്കൂറത്തേക്ക് പാർക്കിംഗ് ഇട്ടിട്ട്. ഇവൻ ബായിയെ കാണാൻ വേണ്ടിട്ടാ വരുന്നത്. ഇവരെ മണക്കും ബായ്. യൂസഫ് ബൈ പെർഫ്യൂം. യെസ്, യൂസഫ് ബൈ. ഇവിടെ ആണെങ്കിൽ ഒരു ഉത്സവത്തിനുള്ള ആളിൻ്റെ അകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ബായി അതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു. നമ്മള് യൂസഫ് ബൈയെ കണ്ടു. ഞാൻ കാണിച്ചു തരാം.
യൂസഫ് ഭായി. Good day, Sharale. Spread your smile with Yusuf Bhai fragrance. Yes, guys. യൂസഫ് ഭായിയെ കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം കയറിയ ഷോപ്പിൽ ഭയങ്കര തിരക്കായിരുന്നു. എന്ന് വെച്ചാൽ നിൽക്കാൻ സ്ഥലമില്ല. ആൾക്കാരൊക്കെ അവൻ്റെ സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് അങ്ങ് പുറത്ത് പോകുന്ന അവർ ചുമ്മാ മണത്തിലൊക്കെ അങ്ങ് പോവാ. സോ നമ്മൾ വിചാരിച്ചു വേറൊരു ഹെഡ് ഓഫീസ് ഉണ്ട്, വെറുതെ വന്നതാ. വെറുതെ എബി പറഞ്ഞു എബിക്ക് യൂസഫ് ഭായിയെ കാണണം, യൂസഫ് ഭായി മണക്കണമെന്ന് ഇവനെ. എന്നിട്ട് ഇവനവിടെ വേറെ ഏതോ പുള്ളിയായിട്ടിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ കയറി ഞാൻ നൈസായിട്ടൊരു വീഡിയോ നൈസായിട്ട് അവന്റെ CCTV വൈഫൈ CCTV എടുത്ത് കാണിച്ചു. ഈ കടയിൽ ആൾക്കാർ കുറവാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് ആ ഒരു 400 മീറ്റർ ഉണ്ട്. എബി പുള്ളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എബിയുടെ ആഗ്രഹം, അതെ, ഒരു ജ്യൂസ് കുടിച്ചിട്ട് എബിയുടെ ആഗ്രഹം സബലായി. യൂസഫ് ഭായിയെ കാണണമെന്ന് പറഞ്ഞ് വന്ന് യൂസഫ് ഭായിയെ കണ്ടു. പക്ഷെ അവനെ മണക്കാൻ മാത്രം പറ്റിയില്ല. നീയൊക്കെ കടയിൽ പോയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാല്. നമ്മളിവിടെ യൂസഫ് ഭായിയുടെ കടയിൽ വന്നിട്ട് യൂസഫ് ഭായിയുടെ കടയിൽ വന്നിട്ട് ഒരു 5, 6, 7 അല്ല മൊത്തം 7 പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. ദിയോർ സവാജ്, പിന്നെ YSL, പിന്നെ ക്രീഡിൻ്റെ ഒരെണ്ണം, ക്രീഡ് സംതിങ്, കിടിലം മണം. ഇതെല്ലാം EDP ആണ് വരുന്നത്. യെസ്, കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഇട്ടിരിക്കുക. യൂസഫ് ഭായി മറ്റേ പുള്ളി റീലൊക്കെ ചെയ്യുന്ന ഇവിടെ ഇരുന്ന യൂസഫ് ഭായി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. എക്സ്പീരിയൻസ് വില കൂടിപ്പോയി. ഇവിടെ 5% ഡിസ്കൗണ്ട് ഈ പെർഫ്യൂമിന്. കടയിരുന്ന പറയണ. അതെ, നമ്മൾ കടയിരുന്നാണ് ഇപ്പം ഇത് പറയുന്നത്. യൂസഫ് ഭായിൽ അറിയാൻ കാണുന്നത് എബി സ്റ്റാലിൻ അബുദാബിയിലാണ്. ഇത് പറയുന്ന ചേട്ടൻ മലയാളിയാണ്. വലിയൊരു പർച്ചേസർ ഇറങ്ങിയിട്ടുണ്ട്. ബാഗ് കണക്കിന് പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. കുറച്ച് മെയിൻ ഐറ്റംസ് മാത്രം. അദ്വൈത് അവിടുത്തെ പെർഫ്യൂമിൻ്റെ എല്ലാം മണം ടെസ്റ്റ് ചെയ്ത് ആ ബാത്റൂമിലോട്ട് ഓടിയിട്ടുണ്ട്. ബാത്റൂമിലെ നാറ്റം എടുത്തോണ്ട് വരും. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് മണപ്പിക്കും. എന്നിട്ട് അതിന്റെ പെർഫ്യൂം അവന് വേണമെന്നാണ്. അതെ, നല്ല മണം അടിച്ചടിച്ച് അവന് ലാസ്റ്റ് സഹിക്കാൻ വയ്യാതെ ബാത്റൂമിലോട്ട് ഓടി. അതെ, നമ്മള് ദുബായ് മോളിൽ വന്നിരിക്കുകയാണ്. ഇനി ഒരു 2 കിലോമീറ്റർ നടക്കാം. പാർക്കേഴ്സ് മാറ്റില്ല കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാർക്കേഴ്സ് വന്നിരിക്കുകയാണ്. യെസ്, അത് വലിയൊരു കേക്കാണത്. എടാ, അതൊരു സ്ലൈസ് ആണ്. പക്ഷെ 2 പേർക്ക് കഴിക്കാൻ പറ്റുമോ? അത് എബി കഴിക്കും. എബി ചോക്ലേറ്റ് കഴിക്കും. മിൽക്ക് ചോക്ലേറ്റ് ആണ് കഴിക്കുക. ഇത് നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ നീ വാവ് എന്ന് പറയും. അമേസിങ്. ഞാൻ കണ്ടേക്കണ മിക്ക റീലിൽ എല്ലാവരും പറഞ്ഞേക്കണ അത്രയ്ക്കും ഇല്ലായിരുന്നു. നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് പറയാം അഭിപ്രായം അത് എങ്ങനെ ഉണ്ടെന്ന്. ദുബായ് മോളിൽ വന്നാൽ നമ്മൾ കയ്യിൽ 1 കുപ്പി വെള്ളമൊക്കെ ആയിട്ട് വരണം. പക്ഷെ ഞങ്ങൾ എടുത്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളമൊന്നും എടുത്തിട്ടില്ല. അതെ, നമ്മൾ മൈദുബായിയുടെ വെള്ളം മേടിക്കും. ഇവിടെ നടന്നൊരു വഴിയാവും ഗൈസ് ഇവിടെ വന്ന. പാർക്കേഴ്സ് എത്താറായി. യെസ്, പാർക്കേഴ്സ്. പാർക്കേഴ്സ് കേക്ക് വന്നു. മാറ്റില്ല കേക്ക്. എബി കഴിക്കേ. റിവ്യൂ പറ, എങ്ങനെയുണ്ട്? പെട്ടെന്ന് പറ. യെസ്, ചോക്ലേറ്റ് ഇഷ്ടമല്ലാതെ അതുവിനും വരെ ഇഷ്ടപ്പെട്ട് കഴിച്ചത്. യെസ്, നല്ല കേക്കാണ് കഴിച്ചത്. യെസ്, മാറ്റില്ല. ആ ചോക്ലേറ്റിൻ്റെ ഒരു ഇതുണ്ടോ, വെറുത്തല്ലേ ഇത്? അതെന്ത് ഡിഫറൻസാ? അതെന്ത് റിലേഷനാ? 100 ദർത്തിന് ഇത് വെർത്താണോന്ന് ചോദിച്ചാ യെസ്,
കൈൻഡ് ഓഫ് ആണ്. കയ്യിലുണ്ടെങ്കിൽ ആ 2 hours later. ഇതൊക്കെ ആ വീഡിയോ ഇല്ലേ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഷോട്ട് ഓഫ് ദ പാർട്ടി. കഴിക്കാൻ വയ്യ കൈസ് ഇത്. നീ ഒന്നും വേണ്ട, നീ 2 സ്പൂണാ നീ കഴിച്ചത്. ഞാനും ഇത് മുക്കാലും കഴിച്ച് പുറത്തിറങ്ങിയിട്ട് ഗിവ് അവേ സക്സസ്ഫുള്ളി ഫിനിഷ് ഗൈസ്. തീർത്തു അങ്ങനെ ഫൈനലി. അത് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത അതിനെ കൊണ്ട് കഴിപ്പിച്ച് വയ്യാതയ്യത്. എനിക്ക് റിപ്പോർട്ടേഴ്സ് ഉണ്ടാകാൻ പറ്റില്ല. ഇത് കുറച്ച് കഷ്ടപ്പെട്ടാണ് ലാസ്റ്റൊക്കെ ആയപ്പോൾ കഴിച്ചത്. ആദ്യമൊക്കെ വാവും, രണ്ടാമതായപ്പോൾ നമ്മൾ കൊള്ളാം, മൂന്നാമത് കുഴപ്പമില്ല, പിന്നെ ആകുമ്പോൾ നമ്മൾ വയ്യ. ഇത് വേറെ ഒരു നമ്മൾ 3 പേരുള്ളപ്പോൾ നമ്മൾ വിചാരിക്കും 4ാമതൊരാളുണ്ടായി നമ്മൾ കഴിച്ചു തീർക്കാമെന്ന്. പക്ഷേ ഇത് കുറച്ച് പാടാണ് കഴിച്ച് തീർക്കാൻ. നല്ല ഷുഗറാണ്, നമ്മൾ ഷുഗർ ഹൈ ആവും ഇത് കഴിച്ചു കഴിഞ്ഞ്. യെസ്, ദുബായ് അക്വേറിയം കാണോ ഗൈസ്? ദുബായ് അക്വേറിയം എന്തേ ഇത് ചെറിയ പോർഷൻ, വലിയ പോർഷൻ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പുറത്തെ സൈഡിൽ വലിയ പോർഷൻ സൈഡിൽ ഇത് ചെറിയ പോർഷൻ ആയതിൻ്റെ. യെസ്, എന്നാലും നമ്മൾ ലാലു ലക്സിൻ്റെ ആ ഡയലോഗ് പറയാം, അത് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാത്. എത്ര കണ്ടാലും മതിയാവേല. ആ എന്താ തിരക്ക്, ദുബായ് മോളിലെ തിരക്ക്. യെസ്, ഇത് തിരക്കാണ്ട്. ഇത് ബുർജ് ഖലീഫ കാണാനുള്ള തിരക്കാ. ഇതല്ല, ഇതേ മാറുന്ന ബിൽഡിംഗ്. യെസ്, ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ. യെസ്, ഇവിടെ നല്ല മുടിഞ്ഞ തിരക്കാണ്. ഇവിടെ ഇപ്പം നല്ല വണ്ണം നിന്ന് വരിക സ്ഥലമില്ല. നടന്നൊരു വഴിയായിട്ടുണ്ട്. നമ്മള് നടക്കാൻ വയ്യ ആർക്കും, ഭയങ്കര കാര്യം. അതെ, 9000 സ്റ്റെപ്പ്, 10,000 സ്റ്റെപ്സ് നിന്ന് നടന്നു. അദ്വൈത് 12,000 സ്റ്റെപ്പ്. അദ്ദേഹത്തിന് നൈക്കിനെ എയർ സൂമൊക്കെ ഉള്ളതാണ്. അവൻ പറയും ഇനിയും നടക്കാം, എത്ര കിലോമീറ്ററാണ് നമുക്ക് നടക്കാന്ന്. ഞങ്ങൾക്ക് ആർക്കും വയ്യ. കാണോ നൈസ് വ്യൂ ഒക്കെയാ. പക്ഷെ ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട്. ഏതായാലും ഒരു ഉത്സവം ഇതിലുണ്ടാ തൃശ്ശൂർ പൂരം. ആ അങ്ങനെ ഒരു നീണ്ട നടപ്പിന് ശേഷം ലിഫ്റ്റ് കിട്ടി. എസ്കലേറ്ററിൽ നടന്നു പോകാൻ വയ്യ, കഷ്ടപ്പെട്ട് ലിഫ്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ പോകുന്നു പാർക്കിങ്ങിലോട്ട്. ക്ഷീണിച്ചോ ബി? ക്ഷീണിച്ചോ? വണ്ടി ഓടിക്കണം. അവനാകെ എന്ത് ഇത് 8ാമത്തെ ഫ്ലോർ ആയിട്ടുള്ളൂ. ഇറങ്ങി അങ്ങ് പോവാ നോക്കാതെ. നമ്മള് അവിടുന്നൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. എന്തോ ടോയ്റ്റ് എന്ന് പറയും. ഉച്ചയ്ക്ക് ഒരു 3 മണിയും തുടങ്ങും, പാതിരാത്രി ഒരു 2 മണി വരെ ഈ കട. ഇവരൊരു അങ്ങേയറ്റം സ്പൈസി ഉള്ളൊരു സാൻഡോ ഗോസ്റ്റ് ബർഗർ സംതിങ്. ഇവരും സാൻഡോ ഗോസ്റ്റ് ബർഗർ, ഒരു മീഡിയം നാഷണൽ ബർഗർ. സത്യം പറഞ്ഞാൽ വലിയ വിശപ്പില്ല. പിന്നെ എന്തായാലും നമ്മൾ രാത്രി എന്തെങ്കിലും കഴിക്കണമല്ലോ, നിയമമല്ലേ. അതെ, നമ്മൾ കഴിക്കാൻ നടക്കുന്ന മോശമാണ്, എന്തായാലും കഴിക്കണം. പിന്നെ ഒരു മാംഗോ ലെമണേഡ്, ആ എരിവ് മാറ്റാൻ വേണ്ടി 2 മാംഗോ ലെമണേഡ്. ഞാനിവിടെ 2 മാംഗോ ലെമണേഡ്. ഇവൻ ഒരു കോളയൊക്കെ ഇവൻ കുടിക്കൂ. ഇത് തെറ്റാണ് കോള കുടിക്കുന്നേ, കേടാ ശരീരത്തിന് കോളയൊക്കെ. നമ്മൾ മാംഗോ ലെമണേഡ് ആര്? ഞാൻ തന്തോയി പോവാന്നൊക്കെ. എടാ, ഇതിന് ഏറ്റവും വലിയ തന്തോയി വിവനാടാ. അമ്മാമ്മമാര് ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഇവിടെ വന്നിരുന്ന് ഫോട്ടോ എടുക്കും. അമ്മാമ്മമാരെങ്ങനെയാണോ എടുക്കുന്നത്? എടാ അല്ലേ അമ്മാമ്മ ഇവൻ ഫോട്ടോ എടുക്കുന്ന പോലല്ലേ, ഇവൻ ഫോട്ടോ എടുക്കുന്ന പോലല്ലേ. ദൂരം വെച്ചെടുക്കാറ്. അതാരെടുത്ത്? എടാ, അത് മറ്റേ ചൈന ടൗൺ കിട്ടാൻ വേണ്ടി. അതെ അതെ, നാഷ്വില്ലെ മീഡിയം സ്പൈസി. ഇത് വെരി സ്പൈസി, ഇതും വെരി സ്പൈസി.
എരിഞ്ഞൂടെ ചാവില്ല, എനിക്കത് പറയുള്ളൂ. മാംഗോ ലെമണേഡ്, യെസ്. അങ്ങനെ നമ്മൾ എല്ലാ യാത്രയും ചില്ലിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇപ്പം ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൻ്റെ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തേക്കുക. യെസ്. സോ അങ്ങനെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. ഫുൾ ഒരു ചെറിയൊരു ദുബായ് ചില്ലിങ് ആൻഡ് ഫുഡ് ഹോപ്പിംഗ് ആയിരുന്നു ഫുള്ള്. യെസ്. കേക്ക് കഴിച്ച് തന്നെ നിറഞ്ഞ് ലാസ്റ്റ് ബർഗറും കഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തു. യെസ്. ഇനിയൊരു ഏതിൻ്റെ സ്പൈസി ബർഗറിൻ്റെ എഫക്റ്റ് അതെ, ഫുൾ ഡേ അതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ല് അങ്ങ് അടിച്ച് പൊട്ടിക്ക്. കമന്റിൽ തംസപ്പ് ഇട്ടേക്ക്. അതെ, കമന്റിൽ തംസപ്പ് ഇടുന്ന എന്തിനാ? അതെ, അതെ, ഇവരെ ഗിവ് അവേ കൊടുക്കാം. നാണോ മാനോ ഗിവ് അവേ. എബിയെ ഗിവ് അവേ കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാം. നീ എന്താണ് നീ ഇങ്ങനെ? ഇതൊന്നും നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അതാണ്. എന്നിട്ട് ഈ വീഡിയോ കാണാൻ പറയണം. ബൈ ബൈ ഗൈസ്, ബൈ ബൈ.